ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗാണ്. ആൻഡ് നമ്മുടെ ചാനലത്തെ സെക്കൻഡ് വ്ളോഗാണിത്. അപ്പോൾ ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മൾ ഇന്നൊരു സാലഡാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതും ക്രീമി സാലഡ് വിത്തൗട്ട് ചീസ് ആൻഡ് ബട്ടറാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് കുക്കുംബറും ക്യാരറ്റും, പിന്നെ നമുക്ക് സോൾട്ടും പെപ്പറും കൂടി അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേണം. നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കാം കേട്ടോ, ഞാൻ മിക്സ് ചെയ്ത് വെച്ചെന്നുള്ളൂ. പിന്നെ ഒരു പീലർ വേണം നമുക്ക് ഈ വെജിറ്റബിൾസ് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ചില്ലി ഫ്ലേക്സ്, പിന്നെ യോഗട്ട് നമുക്ക് ആ ഒരു ക്രീംനെസ് ഉണ്ടാക്കാൻ വേണ്ടി ക്രീം ഉണ്ടാക്കണമല്ലോ, അപ്പം കുറച്ച് കട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യോഗട്ട് എടുത്തത്. പിന്നെ നമുക്ക് ഒലീവ് ഓയിൽ വേണം. പിന്നെ യോഗട്ട് അത്യാവശ്യം കട്ടികളാണല്ലോ, അപ്പം നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഈ കുക്കുംബർ ഒന്ന് പീൽ ചെയ്തിട്ട് ഇട്ട് വെക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് പീൽ ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ക്യാരറ്റും കൂടി ഇതിലേക്കൊന്ന് പീൽ ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മൊത്തം പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഞാനിപ്പം ഇവിടെ 1 സ്പൂൺ യോഗേർട്ടാണ് ആഡ് ചെയ്തെടുക്കുന്നത്. 2 സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം യൂസ് ചെയ്ത് നമുക്കൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. വെള്ളം ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു കൺസിസ്റ്റൻസിലുള്ള കുറച്ചൊന്ന് നമുക്ക് വെള്ളം ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ലൂസ് ആൻഡ് തിക്കായിട്ടുള്ളൊരു ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പറും സാൾട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. അത് കുറച്ചൊന്ന് ആഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്കിതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആ വെജിറ്റബിൾ ഇട്ടുള്ള ബൗളിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളൊരു മിക്സും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് സാലഡിൻ്റെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളിയാണ്, ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളി തന്നെയാണ്. ആ സാലഡ് ചെറിയൊരു ബൗളിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ആക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ആൻഡ് ഇത് 0 ഷുഗർ ആൻഡ് 0 കൊളസ്ട്രോൾ ആണ്. അതുകൊണ്ട് എന്ത് പേഷ്യൻസിന് വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ നിങ്ങളൊരു ഡയറ്റൊക്കെ നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ എന്തായാലും ഇതും കൂടി ആഡ് ചെയ്തോളൂ. നല്ല ബെനിഫിറ്റ് തന്നെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിരിക്കും. ബൈ ബൈ.